എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന GK വിഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മെമ്മറി കോഡ്സ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 5 മെമ്മറി കോഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന LDC എക്സാമിന് 1 മാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വിഭാഗത്തിൽ നിന്നും കിട്ടും. എന്ന് നമുക്ക് വളരെയധികം കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ആ സ്റ്റോക്ക് GKയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മെമ്മറി കോഡ്സ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, സാർക്കിലെ അംഗങ്ങൾ, അതായത് സാർക്കിലെ അംഗരാജ്യങ്ങൾ എന്ന് നമുക്ക് അത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങൾ പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടൊരു കോഡുണ്ട്. ആ കോഡാണ് പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം എന്ന് പറയുന്ന ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാർക്കിലെ അംഗരാജ്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പനി എന്ന് പറയുമ്പോൾ P ഫോർ പാകിസ്ഥാൻ, A ഫോർ അഫ്ഗാനിസ്ഥാൻ, N ഫോർ നേപ്പാൾ, I ഫോർ ഇന്ത്യ, M ഫോർ മാലിദ്വീപ്, B ഫോർ ബംഗ്ലാദേശ്, അതേപോലെ B ഫോർ ഭൂട്ടാൻ, S ഫോർ ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം എന്ന് പറയുന്ന കോഡ് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? സാർക്കിലെ അംഗരാജ്യങ്ങളുടെ കോഡാണ്. അതായത് 8 അംഗരാജ്യങ്ങളുടെ കോഡാണ് പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. ഓക്കെ, സാർക്ക് രൂപീകൃതമായത് എന്നാണെന്ന് ചോദിച്ചാൽ 1985 സാർക്ക് രൂപീകൃതമാകുന്നത്. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് CR ഉർ റഹ്മാനാണ്. അപ്പോൾ സാർക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സിയാ ഉർ റഹ്മാനാണ്. സാർക്കിന്റെ അംഗസംഖ്യ നമുക്കറിയാം, 8 അംഗരാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇവയാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. സാർക്കിലെ ഏറ്റവും അവസാനമായി അംഗമായത് ആരാന്ന് ചോദിക്കാറുണ്ട് PSC. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാനാണ് സാർക്കിൽ ഏറ്റവും അവസാനമായി അംഗമായത്. സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ധാക്കയാണ്. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബാംഗ്ലൂർ. അപ്പോൾ സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇനി മറക്കണ്ട, എന്താണ്? സാർക്കിലെ അംഗരാജ്യങ്ങളുടെ കോഡാണ് പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കോഡിലേക്ക് പോകാം. അതായത് എന്നും നമുക്ക് അത്രത്തോളം കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ത്? മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ. അപ്പോൾ അത് നമ്മളൊന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു കോഡിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ് ആ വലിപ്പക്രമം മഹാസമുദ്രങ്ങളുടെ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൈസ എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചാൽ മതി. അപ്പോൾ പുതിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇത് ഭയങ്കര അധികമായിട്ട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് എന്താണ് സ്ഥിരം ചോദിക്കുന്ന PSC GKയിലെ എന്താണ് സ്റ്റോക്ക് GK പെട്ട സംഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ നമുക്ക് പഠിക്കാൻ പൈസ എന്ന് ഓർത്താൽ മതി. അതായത് P ഫോർ പസഫിക് സമുദ്രം, A ഫോർ അറ്റ്ലാന്റിക് സമുദ്രം, I ഫോർ ഇന്ത്യൻ മഹാസമുദ്രം, S ഫോർ സതേൺ ഓഷ്യൻ, A ഫോർ ആർട്ടിക് സമുദ്രം. ഓക്കെ, അപ്പോൾ മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ പഠിക്കാനുള്ള കോഡാണ് പൈസ. അപ്പോൾ പൈസ എന്ന് ഓർത്തിരുന്നാൽ മതി. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രഫി. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രമാണ് പസഫിക്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അതും പസഫിക് തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ചലഞ്ചർ ഗർത്തമാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ചലഞ്ചർ ഗർത്തം. ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിലുള്ള കോഡ് പറയുന്നതാണ് പൈസ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, സതേൺ ഓഷ്യൻ, ആർട്ടിക് സമുദ്രം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കോഡിലേക്ക് പോവാം. മൂന്നാമത്തെ കോഡ്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ. എന്നും നമുക്ക് അത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചോദ്യം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാം PSCയുടെ എഴുതുമ്പോൾ ഈ ഒരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പിന്നെ ആ ഒരു എക്സാം പോലും എഴുതിയിട്ട് കാര്യമില്ല. അത്രത്തോളം ബേസ് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് CBI KSUക്കാരന് ECG കൊടുത്തു. അപ്പോൾ CBI
KSUക്കാരന് ECG കൊടുത്തു എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. CBI KSUക്കാരന് ECG കൊടുത്തു. C for കൊളംബിയ, B for ബ്രസീൽ, I for ഇന്തോനേഷ്യ, K for കെനിയ, S for സൊമാലിയ, U for ഉഗാണ്ട, E for ഇക്വഡോർ, C for കോങ്കോ, G for ഗാബോൺ. ഇതാണ് എന്ത് CBI KSUക്കാരന് ECG കൊടുത്തു എന്ന് ഓർത്തിരുന്നാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഭൗമോപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നത് അക്ഷാംശ രേഖകളാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ കടന്നു പോകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയാണ്. അപ്പോൾ LGS ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിക്കുന്ന ചോദ്യമാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ സിമ്പിൾ കോഡാണ് CBI KSUക്കാരന് ECG കൊടുത്തു എന്നുള്ള കോഡ്. ഇനി ഓർത്തു വച്ചോ, 1 മാർക്ക് ഉറപ്പാണ്. അടുത്ത കോഡിലേക്ക് പോവാം. 4ാമത്തെ കോഡ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. MTയും MGRും JCB വാങ്ങി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ചോദ്യമാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണ്? എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു എന്ന് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതാണ് MTയും MGRും JCB വാങ്ങി. MTയും MGRും JCB വാങ്ങി എന്ന് ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ സിമ്പിൾ കോഡ് നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റും. ആ 8 സംസ്ഥാനങ്ങൾ: ഒന്നാമത്തെയാണ് മിസോറാം, രണ്ടാമത്തെ ത്രിപുര, മൂന്നാമത്തെ മധ്യപ്രദേശ്, നാലാമത്തെ ഗുജറാത്ത്, അഞ്ചാമത്തെ രാജസ്ഥാൻ, ആറാമത്തെ ജാർഖണ്ഡ്, ഏഴാമത്തെ ഛത്തീസ്ഗഡ്, എട്ടാമത്തെ ബംഗാൾ. അപ്പോൾ MTയും MGRും JCB വാങ്ങി എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർമ്മയിലിരിക്കും. ഓക്കെ, ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം കൊൽക്കത്തയാണ്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ചെന്നൈ എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രാദേശിക ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് പറയുന്നത് ഏത്? ഈ പറയുന്ന ഇന്ത്യൻ പ്രാദേശിക സമയം അനുസരിച്ച് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, ഇനി 5ാമത്തെ നമ്മുടെ കോഡാണ്. സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാന്നുള്ളത് സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു. അപ്പോൾ ആ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഏതാണ് സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്? അതാണ് സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു. രവി എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ്. B for ബിയാസ്, S for സത്ലജ് ആണ്, C for ചിനാബ്, J for ജലം. ജയിച്ചുവിന്റെ J for ചലമാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരുന്ന സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ചിനാബാണ്. കാശ്മീരിലെ മൂന്നാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം എന്ന് പറയുന്നത്. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. സിന്ധു, സരസ്വതി, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്നതാണ് സപ്ത സിന്ധു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്നതാണ് സപ്ത സിന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. സപ്ത സിന്ധു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് PSC എക്സാമുകളിൽ സ്ഥിരം ചോദിക്കുന്ന LDC, LGS മുതലായ
ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് 5 കോഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ആയിരുന്നു സാർക്കിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്. അതാണെന്ത്, പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. സാർക്കിലെ അംഗരാജ്യങ്ങൾ പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം. രണ്ടാമത്തെയാണ് നമ്മുടെ മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ, അതിന്റെ കോഡാണ് പൈസ. പൈസ എന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് മഹാസമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ ഏതൊക്കെയാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഏതൊക്കെ? പൈസ എന്ന് ഓർക്കുമ്പോൾ പസഫിക്, രണ്ടാമത്തെ അറ്റ്ലാന്റിക്, മൂന്നാമത്തെ ഇന്ത്യൻ ഓഷ്യൻ, നാലാമത്തെ സതേൺ ഓഷ്യൻ, അഞ്ചാമത്തെ എന്താണ് ആർട്ടിക് സമുദ്രം. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളാണ് CBI KSUക്കാരന് ECG എടുത്തു എന്നോർത്ത ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, MTയും MGRും JCB വാങ്ങി. സ്ഥിരം ചോദിക്കുന്ന ബേസ്, അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ബേസ് എന്ന് പറയുന്നത് എന്താണോ PSCയുടെ, അതാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ MTയും MGRും JCB വാങ്ങിയെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. സിന്ധുവിന്റെ പോഷക നദിയാണ്. സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു എന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്താണ് സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോഡ് എന്ന് പറയുന്ന ഈ 5 കോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഈ 5 കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്നും PSC എക്സാമുകളായിട്ടുള്ള LDC ആണെങ്കിലും LGS ആണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 1 മാർക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു ഉദ്യോഗാർത്ഥി ആവുമ്പോൾ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ വിഭാഗത്തിൽ നിന്നായിരിക്കും. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്, ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്, ഇതൊക്കെ നമ്മളൊരു ബേസ് ആയിട്ടുള്ള ഒരാൾ, നമ്മളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. ശരിക്കും നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ ബേസ് സെറ്റ് ആക്കുക, അതായത് ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, അതായത് എന്താണ് നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും എന്താണ് ബേസ് എന്ന് പറയുന്ന കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ബേസ് സെറ്റ് ആക്കാനോ ആർക്കും താല്പര്യമില്ല. എല്ലാവരും എന്താണ് അന്താരാഷ്ട്രവും അതേപോലെ തന്നെ എന്താണ് ലോക കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് മാറി നമുക്ക് വേണ്ട ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു കോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ഫയൽ എടുത്തിട്ട് റാങ്ക് ഫയലിൽ എന്താണ് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, കേരളം അടിസ്ഥാന വിവരങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ലോകം അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ അതൊന്നും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ എന്താവും, നമ്മുടെ ബേസ് ക്ലിയർ ആവും. അതിനപ്പുറത്തേക്കൊന്നും എന്താണ് ബേസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മുടെ ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്നുള്ളതും ഇതൊക്കെയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ബേസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് PSCയിലേക്ക് ഇറങ്ങി തിരിച്ചു, എനിക്ക് ബേസ് ഇല്ല സാറേ, അതേപോലെ എന്താണ് ഫൗണ്ടേഷൻ, അതായത് നിങ്ങൾക്ക് ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് അടുത്ത ദിവസം ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം വിത്ത്, അതായത് ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ബേസ് എന്താണെന്നുള്ളത്, അതായത് PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ട ബേസ്, ആ ബേസും ഫൗണ്ടേഷനും ഒറ്റയ്ക്കൊരു മണിക്കൂറിൽ ഞാൻ നിങ്ങൾക്ക് പക്ക ക്ലിയർ ചെയ്ത് സെറ്റാക്കി തരാം. നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ബേസ് വേണം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വേണം എന്നൊരു ആവശ്യമുണ്ടെങ്കിൽ ഒറ്റൊരു മണിക്കൂർ എൻ്റെ കൂടെ നിങ്ങൾ ഇരുന്നാൽ മതി. അത് സെറ്റാക്കി പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ. അടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം അതായത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെമ്മറി കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വൈകുന്നേരം ഇതിൻ്റെ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. നേരെ 9 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോലെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബോൾ അവിടെ റെഡി ആയിരിക്കും. അപ്പോൾ കിടിലമായിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. അപ്പോൾ കൂടെ കൂടാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരൊക്കെ ഉണ്ടെങ്കിലും നേരെ പോരെ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് PYQ സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെ പോവും. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.